നമ്മള് മാരത്തോൺ സെഷനിൽ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോണത് നമ്മുടെ FRന്റെ സ്പെസിമെൻ എക്സാം ആണ്. അപ്പൊ നമ്മുടെ ഈ മാരത്തോൺ സെഷൻ 3 days ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് 3 parts ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഡേയിൽ നമ്മൾ പാർട്ട് A സെഷൻ ആയിരിക്കും ചെയ്യേണ്ടാവുക. രണ്ടാമത്തെ ദിവസം പാർട്ട് B സെഷനും മൂന്നാമത്തെ ദിവസം നമ്മൾ വലിയ ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് C സെഷനാണ് ചെയ്യേണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇവിടെ അവർ ചോദിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രസന്റഡ് ഓൺ ദി ബേസിസ് that the companies within the group are treated as if they are a single economic entity. Which two of the following are requirements for preparing consolidated financial statements എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, all subsidiaries must adopt the accounting policies of the parent and their individual statements എന്ന് പറയുകയാണെങ്കിൽ അത് നിർബന്ധമില്ല. കാരണം നമ്മുടെ പാരന്റ് എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടേതായ അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ടാവും, സബ്സിഡറി എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടേതായ അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ടാവാം. എന്നാലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. സബ്സിഡറീസ് with activities which are substantially different from the activities of other members of the group should not be consolidated എന്ന് പറയുന്ന തെറ്റാണ്. എന്തുകൊണ്ടാ? നമ്മുടെ പാരന്റ് ഇപ്പൊ ഒരു എന്താ പറയാ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്നുള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കും. അതിന് ഒരു 2-3 കമ്പനീസ് ഉണ്ട് വിച്ച് ആർ ഫ്രം ദി എഡ്യൂക്കേഷൻ സെക്ടർ. പക്ഷെ വേറൊരു കമ്പനി ഉണ്ട് വിച്ച് ഇസ് ഫ്രം എ ഫുഡ് സെക്ടർ എന്നുണ്ടെങ്കിലും കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പൊ ഈ 2 ഓപ്ഷൻ അല്ലെങ്കിൽ ഈ 2 ആയിരിക്കും എന്ത് വരുന്നത്, ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. All entity financial statements within the group should normally be prepared to the same accounting year and prior to consolidation. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതായത് ഗ്രൂപ്പിന്റെയും അതേപോലെ സബ്സിഡറിന്റെ ഒക്കെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ സെയിം അക്കൗണ്ടിങ് പീരീഡിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് അവർ പറയണത്. അത് കറക്റ്റ് ആണ്. പിന്നെ അൺറിയലൈസ് പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കൂല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയണത്. അപ്പൊ ഈ 2 കാര്യങ്ങള് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. അപ്പൊ ഇതുപോലത്തെ തിയറി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു തിയറി അല്ല. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി കറന്റ് ലയബിലിറ്റി ഓഫ് ദി ലീസ് ഇൻ ദി ഫ്ലാഷ് കമ്പനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പൊ ലീസ് ആണ്, കറന്റ് ലയബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ടു ദ നിയറസ്റ്റ് തൗസൻഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, ഇവിടെ കോമ ഇട്ടിട്ട് 3 പൂജ്യം തന്നിട്ടുണ്ട്. അപ്പൊ 3 പൂജ്യം കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഓൺ 1st October Flash company acquired an item of under a 5-year lease. Under the lease term of the lease, an immediate deposit of 2 million was payable എന്ന് പറഞ്ഞു ഓൺ ഇറ്റ്സ് ഇൻസെപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് അറ്റ് ദാറ്റ് ഡേറ്റ്, അതായത് ഈ 2 million ആക്വിസിഷൻ ഡേറ്റിന് പേ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രസന്റ് വാല്യൂ ഓൺ ദാറ്റ് ഡേറ്റ് സ്പെസിഫിക്കലി എത്ര ഉണ്ടായിരുന്നു, 25. അപ്പൊ ഈ 25 ഓൾറെഡി എന്ത് കുറച്ചിട്ടുണ്ട്, 2 million കുറച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്സ് അറ്റ് ദാറ്റ് ഡേറ്റ്. അറ്റ് ദാറ്റ് ഡേറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ അല്ലേ? And an agreement of implicit interest of 6% per annum, annual rentals of 6 million are paid on 30 September. 30 September is year end. അപ്പൊ ഇത് arrears ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഓപ്പണിംഗ് പ്ലസ് effective minus coupon is equal to closing. ഓപ്പണിംഗ് എന്ന് പറയുന്നത് 25,000 പ്ലസ് എഫക്റ്റീവ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് 6%. 25,000 6% is 1,500 മൈനസ് കൂപ്പൺ. കൂപ്പൺ എത്രയാ?
6,000 is equal to closing വരും. Closing എത്ര വരും? 2,500. കറണ്ട് ലയബിലിറ്റി വേണമെങ്കിൽ നമ്മൾ ഒരു കൊല്ലം കൂടിയും അല്ല കറണ്ട് ലയബിലിറ്റി വേണമെങ്കിൽ നമ്മൾ ഒരു കൊല്ലം കൂടിയും സോൾവ് ചെയ്യണം. എത്രയാ? 2,500 പ്ലസ് 2,500 ലാഗ് ഉണ്ട്. ലാഗ് എപ്പോഴും സാറിന്റെ സ്ക്രീന് കുറെ ബാക്കിലാ. മീൻസ് സാറ് പറയുന്നത് ഇപ്പൊ കുറെ okay ആണോ? കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ കാണുന്നത്. ഓക്കെ ഇപ്പൊ ഓക്കെ ആണോ മക്കളെ? ആകെ ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മാത്രമേ കാണുന്നുള്ളൂ സ്ക്രീനിൽ. ഇപ്പൊ അത് റെഡി ആയോ? ഒരു സെക്കൻഡ്. ഇപ്പൊ ബാക്കിയുള്ളത് എഴുതി വന്നിട്ടുണ്ടോ മക്കളെ? ഓക്കെ. അപ്പൊ 1,230 മൈനസ് 6,000 ഈക്വൽസ് 15730. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മക്കളെ? 4770 അല്ലേ? 2,500ഉം 15,730 തമ്മിലുള്ള ഡിഫറൻസ്. അതായിരിക്കും നമുക്ക് എന്തായിട്ട് വരേണ്ടത്? നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ 4770 000 ഉണ്ട്. പക്ഷെ 000 ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ഫില്ല് ചെയ്താൽ മതി? 4770 ഫില്ല് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി കോട്ടൈൽ is in the jewelry retail business which is highly seasonal എന്ന് പറയുന്നുണ്ട്. For the year ended 30 September, Kottail company assessed its operating performance by comparing selected accounting ratios with those of its sector average. Assume that the business sector is a meaningful representation of Kottail's business, which two of the following circumstances may invalidate the comparison of Kottail's ratio for the year ended 30th September with those of സെക്ടർ ആവറേജ്. അപ്പൊ സെക്ടർ ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻ ദി കറന്റ് ഇയർ കോട്ടൈൽ ഹാസ് എക്സ്പീരിയൻസ് സിഗ്നിഫിക്കന്റ് കോസ്റ്റ് ഫോർ ഇറ്റ്സ് പർച്ചേസസ്. അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിന്റെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. കാരണം എന്താ? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കോസ്റ്റ്, എന്ത് കോട്ടൈലിന്റെ കോസ്റ്റ് കൂടി എന്നുള്ളത്. ദ സെക്ടർ ആവറേജ് ഫിഗേഴ്സ് ആർ കമ്പൈൽഡ് ഫ്രം ദി കമ്പനീസ് ഹൂസ് ഇയർ എൻഡ് ഇസ് ബിറ്റ്വീൻ 1st July 2015 and 30th September 2015. നമ്മുടെ ഇവിടെ ഇയർ എൻഡ് 30th September 2015 എന്ന് പറയുമ്പോൾ അത് എന്നോട്ട് തുടങ്ങണതായിരിക്കും മക്കളെ? 1st October 2014 തൊട്ട് 30th September 2015 വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്ര മാത്രം വരുന്ന സെക്ടർ ആവറേജ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ Kottail does not revalue its property, but it's aware that other entities in the sector do. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പാരിസണിൽ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെ അക്കൗണ്ടിങ് പോളിസീസ് എന്താണ്? ഡിഫറെന്റ് ആണ്. രണ്ട് കമ്പനീന്റെയും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതുമായിരിക്കണം ആൻസർ. അടുത്തതും കൂടി വായിച്ചു നോക്കാം. ഡ്യൂറിംഗ് ദി ഇയർ Kottail discovered an error relating to inventory count. This error was correctly accounted in the financial statements for the current year. അപ്പൊ ഒരു എറർ ഉണ്ടായിരുന്നു, അത് അവർ കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇതുവരെ ഓക്കെ ആണോ?
ഇനി നമ്മളോട് ട്രൂ ഓഫ് ഫോൾസ് ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചാർജിങ് ദി റെന്റൽ പേയ്മെന്റ് ഫോർ എൻ ഐറ്റം ഓഫ് പ്ലാന്റ് ടു പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വെയർ ദി റെന്റൽ അഗ്രിമെന്റ് മീറ്റ്സ് the criteria for right to use of asset is an example of faithful representation. ഒന്ന് റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ റെന്റൽ പേയ്മെന്റ്സ് നമ്മൾ P&L ആയിട്ടാണോ കാണിക്കുക? അത് റെന്റ് പോലെയാണോ റൈറ്റ് ടു യൂസ് ഓഫ് എസെറ്റ് ആവുമ്പോ? ഇല്ല, ലീസ് പേയ്മെന്റ് ലീസ് പോലെയാണ്. Including a convertible loan note in equity on the basis that the holder is likely to choose equity option. അങ്ങനെയാണോ? ഇല്ല, സ്പ്ലിറ്റ് ആണ് ഇക്വിറ്റി ലയബിലിറ്റി. സ്പ്ലിറ്റ് അക്കൗണ്ടിങ് ആണ്. യെസ്, വെരി ഗുഡ്. പിന്നെ ഡീറെക്കഗ്നൈസിംഗ് ഫാക്ടർ ട്രേഡ് റിസീവബിൾസ് സോൾഡ് വിത്തൗട്ട് റീകോഴ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ. അപ്പൊ ഇവരെന്താ പറയുന്നത്? ഡീറെക്കഗ്നൈസിംഗ് ഫാക്ടർ ട്രേഡ് റിസീവബിൾസ് സോൾഡ് വിത്തൗട്ട് റീകോഴ്സ്. വിത്തൗട്ട് റീകോഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫാക്ടറിങ് ആണ്. അപ്പൊ നമ്മള് റിസീവബിൾസിന് എന്ത് ചെയ്യും? ഡീറെക്കഗ്നൈസിംഗ്. കറക്റ്റ് അല്ലേ? Treating redeemable preference share as a part of equity in the statement of financial position as an example of faithful representation. തെറ്റാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക? ലയബിലിറ്റി പോലെയാണ് ട്രീറ്റ് ചെയ്യുക റെഡീമബിൾ ആണെങ്കിൽ. ഓക്കെ, അടിപൊളി. A parent sells goods to its 80% owned subsidiary during the financial year, some of which remain in inventories at the year end. അപ്പൊ ഇവിടെ നമ്മളോട് എന്താണ് പറഞ്ഞത്? Match the tokens to the appropriate line to create a manual journal entry required in the consolidated financial statement to eliminate unrealized profit. Okay അല്ലേ? അപ്പൊ ഇവിടെ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതിനെ നമ്മൾ എന്താണ് ചെയ്യാ? ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ വലിച്ചിടണം. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ക്രെഡിറ്റ് എന്ത് ചെയ്യും നമ്മള്? ഇൻവെന്ററി. ആർക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല? NCA. ഇതുവരെ ഓക്കെ ആണോ? യെസ് സർ. Which of the following criticism does not apply to the historical financial statement during the period of rising prices എന്നാണ് ചോദിക്കുന്നത്. Does not apply എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലല്ല എല്ലാം കാണിക്കണത് മക്കളെ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ കാണിക്കണോണ്ട് it is very difficult to verify the transaction because it may have happened years ago. കറക്റ്റ് ആണോ? നമ്മൾ ശരിക്കും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ കാണിക്കണതേ എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാണോ വാങ്ങിയത് അന്നത്തെ ബില്ലും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവാ. അപ്പൊ അന്നത്തെ വാല്യൂല് കാണിച്ചാലല്ലേ നമുക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് പറയണത് അതേ ഡിഫിക്കൽട്ട് ആണെന്ന് പറയണത് അതല്ല തെറ്റായിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നും കൂടി, ഞാൻ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എസെറ്റ് ഒക്കെ എന്തിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യണതിന്റെ മേജർ റീസൺ, നമ്മൾ എന്നാണോ എസെറ്റ് വാങ്ങിയത് നിങ്ങൾക്ക് അന്നത്തെ ബില്ലേ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടും ആ എസെറ്റ് കറക്റ്റ്ലി റെക്കോർഡഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ഏത് വാല്യൂല് കാണിച്ചാലേ നിങ്ങൾക്ക് ബാക്കിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇവര് പറയണത് അങ്ങനെ വെരിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായി കഴിഞ്ഞാൽ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ ആവണതേ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വെരിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടി വരുമോ? ഇല്ല. അപ്പൊ അതല്ലേ തെറ്റായിട്ട് തന്നിരിക്കണത്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ ഏത് ക്രിറ്റിസിസം ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ അപ്ലൈ ചെയ്യാത്തതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ?
അടുത്തത് സാർ അതില് 2 റണ്ണാണ്. ഇല്ലല്ലോ, 2 ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടിക്കാൻ പറ്റിയനല്ലേ. Okay. On 1st October 2014, a company commenced drilling for oil. Okay. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി പ്രൊവിഷൻ വിച്ച് കെ വുഡ് റിപ്പോർട്ട് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡേറ്റും തന്നിട്ടുണ്ട് 30th September in respect of its oil operations. അപ്പൊ on 1st October, that is year start, a commenced drilling for oil. A company is required to dismantle the drilling equipment at the end of the 5-year lease. This has been estimated at a cost of 30 million on 30 September 2019. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ഉണ്ട്? 8% ഉണ്ട്. 5 years ടൈമിന്റെ പ്രസന്റ് വാല്യൂ എത്ര ഉണ്ട് മക്കളെ? 0.58 ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 30 million 30,000 into 0.68. അപ്പൊ 30,000 നമുക്ക് എത്ര കിട്ടും? 2400 കിട്ടും. ഈ 2400 എന്തും കൂടി കയറി വരും? 8%, which would be 1632. Okay അല്ലേ? 1632 plus 2400. One 632 plus 22,032. 2203 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ ഇല്ലേ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കിറ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ കിറ്റിലുണ്ട്. അതും ഒരു അണ്ടർ സീ ഓയിൽ ഫീൽഡിന്റെ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതില് എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഡിസ്മാന്റ്ലിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ആ ഡിസ്മാന്റ്ലിംഗിന്റെ ഭാഗമാണ് ഇവര് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇറ്റ് ഇസ് എ വെരി സിമിലർ ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ സിമിലാരിറ്റീസ് നമ്മൾ എല്ലാ കിറ്റിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ സ്റ്റഡി ഹബിന്റെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സാമിനും വരും. ഓക്കെ അല്ലേ? So, Which of the following is an example of an intangible asset that may be recognized separately from goodwill in a group's consolidated financial statement at the date of acquisition of a new subsidiary? ഗുഡ്വില്ലിന് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ആ കസ്റ്റമർ ലിസ്റ്റ് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റോ? no. ഇല്ല. പിന്നെ contingent asset of a subsidiary from which parent believes a flow of future economic benefit is possible. പക്ഷെ contingent asset നമുക്ക് സെപ്പറേറ്റ്ലി കാണിക്കാൻ പറ്റോ? മക്കളെ contingent asset of a subsidiary നമ്മള് ഗുഡ്വില്ലിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ആയിട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. അതിന്റെ എഫക്ട് ഗുഡ്വില്ല് വരുന്നുള്ളൂ. കാരണം എന്താ, നമ്മൾ അത് വർക്കിംഗ് നോട്ട് 2-ലാണ് കാണിക്കണത്. ഓർമ്മ ഉണ്ടോ? Yes, net assets. യെസ്. A global advertising campaign which was
concluded in the previous financial year from which benefit is expected to flow in this future. അതിനെ നമ്മൾ സെപ്പറേറ്റ്ലി ഒരു ഇതായിട്ട് കാണിക്കോ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട്? അഡ്വർടൈസിങ് ക്യാമ്പയിനൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കോ മക്കളെ? ഇല്ല. ഇല്ല. A research project which the subsidiary has correctly expensed to profit and loss, but directors of parent have reliably assessed to have a substantial fair value. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ എക്സ്പെൻസ് ചെയ്തു, പക്ഷെ പാരന്റ് അതിനൊരു വാല്യൂ കണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കഗ്നൈസ് ചെയ്യാം അസറ്റ് ആയിട്ട്. കാരണം ആരിതിനെ റെക്കഗ്നൈസ് ചെയ്തു അസറ്റ് ആയിട്ട്? എക്വയറർ റെക്കഗ്നൈസ് ദിസ് ആസ് എ സെപ്പറേറ്റ് അസറ്റ്. അപ്പൊ എക്വയറർ അത് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് what amount should non-controlling interest of Square company be valued in the Pyramids Group consolidated statement ആണ് ചോദിച്ചത്. On 1st October, Pyramid company acquired 80% shares of Square, which is 9 million ordinary shares ആണ്. And at that date, Square had an item of plant with a fair value of 3 million എന്നും പറയുന്നുണ്ട്. Pyramid's measure of non-controlling interest at fair value, ഷെയർ വാല്യൂ എത്ര ഉണ്ട്? 3.5 ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. ആൻഡ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ് 8 million ഉണ്ടെന്നും പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? ഏറ്റവും ആദ്യം നമ്മൾ എത്ര കാശ് ഇറക്കി NCAക്കാര്? അതായത് 9 million ഷെയർസ് ഉണ്ടായിരുന്നു. 9,000 into 20% into 3.5 അല്ലേ? Which is equal to 6,300. ഓക്കെ അല്ലേ? നോടെന്നാ കാൽക്കുലേറ്ററും കൂടി അടിച്ചു നോക്കാം. 9,000 into 20% into 3.5. ഓക്കെ. പിന്നെ നമുക്ക് അതിലേക്ക് എന്തും കൂടി കയറി വരണം മക്കളെ? പോസ്റ്റ് അക്വിസിഷൻ റിട്ടേൺ ഏർണിങ്സ്, PAR കൂടി കയറി വരണം. പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് എങ്ങനെയാ കിട്ടുക? ഒന്ന്, ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. 8 million ആയിരുന്നു പ്രോഫിറ്റ് അല്ലേ? ഫെയർ വാല്യൂ ഓഫ് 3 million മോർ ദാൻ ഇറ്റ്സ് ക്യാരിങ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെപ്രീസിയേഷൻ കുറയ്ക്കാനുണ്ടാവില്ലേ പ്രോഫിറ്റ് ചെയ്യുന്ന? അപ്പൊ പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? 8 million ഉണ്ടായിരുന്നു. മൈനസ് 3 million ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സ്? 5. അപ്പൊ എത്ര വരും? 600 അല്ല? 600. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 7,400 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20%. അത് എത്ര വരും? കാൽക്കുലേറ്റർ എടുക്കാം. 7,400 into 20%. 1480. അപ്പൊ 6,300 plus 1480 gives us 7780. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 7.78. ഓക്കെ അല്ലേ?
ഇതൊരു ഓക്കെ ആണോ? Okay. Calculate the carrying amount of investment in Amble Company in the Caddy's Group's consolidated financial statement. അപ്പോൾ Caddy acquired 240 shares of Amble's 800 ordinary shares for എത്ര 6 per share. അപ്പൊ 240 out of 800 എന്ന് പറയുമ്പോൾ തന്നെ എത്ര പെർസെന്റേജ് ആണ്? 240 divided by 800. 30%. 0.3. അപ്പൊ ഇത് എന്താണ്? അസോസിയേറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്. അപ്പൊ നമുക്കൊരു ഫോർമുല ഉണ്ട്. എങ്ങനെയാണ്? നമ്മള് അസോസിയേറ്റിലേക്ക് ഇറക്കിയ കാശ് അത് എത്രയാണ് മക്കളെ? 240. 240 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ? അപ്പൊ 240 into 6. 40,000 into 6. അത് എത്ര വരും? എല്ലാരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാവോ? 1440. 14,000. 40,000. 0123. ഓക്കെ, കറക്റ്റ് അല്ലേ? Yes. പിന്നെ എന്തും കൂടി വരണം. പ്രോഫിറ്റിന്റെ ഷെയർ. പ്രോഫിറ്റ് എത്രയുണ്ട്? 400,000. 400,000 into 30%. 30%. അത് എത്ര വരും? 120,000. 120,000. പിന്നെ അടുത്തത് ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കും വേണം? Dividend. ഡിവിഡൻസ് പെയ്ഡ്. Dividends. 150,000. അതിന്റെ എത്ര ശതമാനം? 30%. 30%. അത് എത്ര ഉണ്ടാവും? 45,000 അല്ലേ? Yes. ഇത് നമ്മള് ലെസ് ആണ് ചെയ്യുക. അപ്പൊ നെറ്റ് എഫക്ട് എത്ര വരും? 1440 പ്ലസ് 1,200 അല്ല 120,000 ലെസ് 45,000. 1515. 1515 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തത് ഏതാ? 1.52. 1.52. ഓക്കെ അല്ലേ? Yes, sir. അപ്പൊ match the tokens to the appropriate category whether the cost should be capitalized in the initial amount of plant. അപ്പൊ ഇനീഷ്യൽ അമൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഇനീഷ്യൽ അമൗണ്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ദ പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Yes. കോസ്റ്റ് ഓഫ് 3 weeks ട്രെയിനിങ് പറ്റോ? ഇല്ല. ഇല്ല. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് പറ്റും. ന്യൂ പവർ സപ്ലൈ, കാരണം അതില്ലെങ്കിൽ പ്ലാന്റ് ഓടോ? ഇല്ല. പിന്നെ കോസ്റ്റ് ഓഫ് 3 year മെയിൻ്റനൻസ് എഗ്രിമെന്റ് പറ്റോ? ഇല്ല. അതൊക്കെ പറ്റൂല എന്നുള്ളതിൽ കൊടുക്കണം. ഓക്കെ അല്ലേ? Yes, sir. In accordance with IAS 21, the effects of changes in foreign currency exchange rate, which two of the following currency exchange rates may be used to translate purchase and sales. Purchase and sales ഏത് റേറ്റ് ആണ് എടുക്കേണ്ടത്? യൂഷ്വലി ഏതാ എടുക്കാൻ നമ്മള്? പർച്ചേസും സെയിലും റെക്കോർഡ് ചെയ്യാൻ Purchase rate ന്റെ പർച്ചേസ് ഡേറ്റ് അല്ലെങ്കിൽ സെയിൽ ഡേറ്റ്, ട്രാൻസാക്ഷൻ ഡേറ്റ്. യെസ്, the spot rate of the date that the purchase or the sale took place. അല്ലെങ്കിൽ നമുക്ക് ഏതെടുക്കാൻ പറ്റുന്ന വെച്ചാൽ ആവറേജ് റേറ്റ്
ഫോർ ദി ഇയർ. അത് എപ്പോൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? പ്രൊവൈഡഡ് ദർ ഹാവ് ബി നോ സിഗ്നിഫിക്കൻറ്റ് ഫ്ലക്ച്വേഷൻസ് ത്രൂ ഔട്ട് ദി ഇയർ. അപ്പൊ വിചാരിക്കി $1 is equal to ₹50. അത് അടുത്ത മാസം $1 is equal to ₹51. അടുത്ത മാസം $1 is equal to ₹49. പിന്നെ 50, 50.5, 50.2 അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ വ്യത്യാസമില്ലല്ലോ. മൊത്തം എന്തെടുക്കുകയാണെങ്കിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ $1 is equal to 0.50 അല്ലെങ്കിൽ 50.1 അങ്ങനെയൊക്കെ വരുള്ളൂ. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ മക്കളെ? Okay, sir. ഇതിവിടെ സിഗ്നിഫിക്കന്റ് ഫ്ലക്ച്വേഷൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ പറ്റൂല. First optional. ഇതൊരു ഓക്കെ അല്ലേ മക്കളെ? Yes, sir. ഇനി ഗെയിൻ ഓൺ ഡിസ്പോസൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ ഓൺ ഡിസ്പോസൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ചോദിച്ചത്. പ്രൊസീഡ്സ് ഫ്രം ഡിസ്പോസൽ എത്രയുണ്ട്? 5580. 5580 ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? Net asset. നെറ്റ് അസെറ്റ് പ്ലസ് ഗുഡ് വിൽ, അതിൽ നിന്ന് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നിട്ട് നമ്മൾ നോക്കണം എത്രേന്റെ സാധനമാണ് നമ്മൾ വിറ്റത്. അപ്പൊ Yes. ഇവിടെ ഏറ്റവും ആദ്യം നെറ്റ് അസെറ്റ്സ്. നെറ്റ് അസെറ്റ്സ് എത്രയുണ്ട്? 4464. 64. ഗുഡ് വിൽ എത്രയുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 1674. 1674. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4464 പ്ലസ് 1674 എത്ര വരും? 6138. അതാണ് ടോട്ടൽ വാല്യൂ. ഓക്കെ അല്ലേ? Yes. ടോട്ടൽ വാല്യൂ ഓഫ് ദി കമ്പനി 6138. ഈ 6138 നിന്ന് എന്ത് കുറയ്ക്കണം? NCA NCA 900 കുറച്ചാൽ എത്ര വരും? 5238. ഈ 5238 എന്ന് പറയുന്നതാണ് നമുക്ക്, അതായത് പാരന്റിന്റെ വാല്യുവേഷൻ. ആ 5238ന്റെ സാധനമാണ് ഇവർ എത്രയ്ക്ക് വിറ്റത്? 5580 വിറ്റത്. ഓക്കെ അല്ലേ? Yes. അപ്പൊ എത്രേന്റെ ഡിഫറൻസ് ഉണ്ട്? Yes, sir. 342. എത്രയാ? 42. 342. ഓക്കെ അല്ലേ? Yes. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് കാൽക്കുലേഷൻ ആയിരുന്നു. ഓക്കെ അല്ലേ? Yes, sir. On 1st October, H had 5 million ordinary shares in equity. Okay, ഇവിടെ എന്താ ചോദിച്ചത്? Represents trend of both basic and diluted EPS. Complete the EPS trend by calculating diluted EPS for the year end. ഷെയർ ഓപ്ഷൻസ് ആണ്. ഡൈല്യൂട്ടഡ് EPS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ മക്കളെ? നമ്മുടെ earnings divided by number of shares plus new shares. Number of shares എത്രയുണ്ട്? 5 million. Number of shares ഉണ്ടോ? നമ്പർ ഓഫ് ഷെയർസ് ആണോ 5 million, അല്ലെങ്കിൽ $5 million ആണോ തന്നിരിക്കുന്നത്? Number of shares. നമ്പർ ഓഫ് ഷെയർസ് തന്നെ തന്നിട്ടുണ്ട്. അത് ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ അറിയാണ്ട് പോയി ഡിവൈഡ് ചെയ്യണോണ്ടാണ് അവരിവിടെ മില്യൺ തന്നത്. ഓക്കെ, $സൈൻ ഇടാഞ്ഞത്. അപ്പൊ ഇത് തന്നെയാണ് നമ്പർ ഓഫ് ഷെയർസ് 5 million. ഓക്കെ അല്ലേ? ഇനി ഓപ്ഷൻ എത്രയായിരുന്നു? 1200. അവരത് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട. അപ്പൊ ന്യൂ ഷെയർസ് അവർ തന്നെ തന്നു ഫ്രീ ഷെയർസ് ആയിട്ട്. അപ്പൊ 1.2 എന്ന് പറയുമ്പോ
6.2 ആണ് ടോട്ടൽ അല്ലേ? അപ്പൊ Yes. 1550 ഡിവൈഡഡ് ബൈ 6200 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.25. 0.25 വിച്ച് ഇസ് 25 cents അല്ലേ? Yes. സെൻസ് ആണ്. അപ്പൊ 25 എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ? Yes. അപ്പൊ നമ്മളത് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? Okay, sir. Yes, sir. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു ഗ്രാഫൊക്കെ തരുമ്പോ നമ്മൾ അറിയാണ്ട് ടെൻഷനായി പോകും. പക്ഷെ ശരിക്കും നോർമൽ കാൽക്കുലേഷൻ ആയിരുന്നുണ്ട്, അതിലൊന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഓക്കെ അല്ലേ? ഈ വരാന്നൊക്കെ പറയണത് വേറെ ഒന്നല്ല, ട്രെൻഡ് ആയിരുന്നു. 13 ഇവിടെയായിരുന്നു, 14 ഇവിടെയായിരുന്നു, 15 എത്ര വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? Yes, sir. ഇനി നമ്മുടെ ഫൈനൽ ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഇൻവെന്ററി ടേൺ ഓവർ ഡേയ്സ്, റിസീവബിൾ കളക്ഷൻ പീരിയഡ്, ട്രേഡ് പേബിൾസ് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് നോക്കാം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന്. ഓക്കെ, ഇൻവെന്ററി ടേൺ ഓവർ ഡേയ്സ് എങ്ങനെയാണ്? ഇൻവെന്ററി ടേൺ ഓവർ 6 times ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഡേയ്സിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 365 ഡിവൈഡഡ് ബൈ 6 എത്ര 6. വരും? എത്രയാ മക്കളെ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 60.8. 61. 61. അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ ഡേയ്സ് 61. ഓക്കെ, Yes. റിസീവബിൾ കളക്ഷൻ പീരിയഡ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് 5000 into 365 എത്ര വരും? 51 days. ട്രേഡ് പേബിൾസ് പീരിയഡ് അതേപോലെ തന്നെ എങ്ങനെയാ? 230 ഡിവൈഡഡ് ബൈ 2000 into 365 42 ആയിരിക്കണം, വേറൊന്നും ബാക്കിയില്ലല്ലോ. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേബിൾ ഡേയ്സ് അല്ലേ? അപ്പൊ ഇൻവെന്ററിന്റെ ഒപ്പം റിസീവബിൾ ഡേയ്സ് ആഡ് ചെയ്യുക, പേബിൾ ഡേയ്സ് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? Yes, sir. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ മക്കളെ? Yes, sir. Yes, sir. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ പാർട്ട് എ ഓഫ് ദി MCQ സെഷൻ. അപ്പൊ പാർട്ട് എ നമ്മൾ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ ഒരു ടൈം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ അടക്കം ചെയ്തിട്ട് എടുത്തൊരു ടൈം എന്ന് പറയുന്നത് 9:30 to 10:15 ആണ്, വിച്ച് ഇസ് ആസ് ഗുഡ് ആസ് എന്ത് 45 minutes. ഓക്കെ അല്ലേ? നമുക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ചെയ്യണോണ്ടാണ് എത്ര മിനിറ്റ് എടുത്തത്? 45 minutes എടുത്തത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ശരിക്കും 45 minutes എടുക്കോ നിങ്ങൾക്ക് എക്സാമിന്? ഇല്ല. നിങ്ങൾക്ക് അത്രയും ടൈം എടുക്കാൻ നിൽക്കൂല. ഇത് ശരിക്കും എത്ര മാർക്സ് ഉണ്ട്? 30 മാർക്സിന്റെ ഏരിയ ആയിരുന്നു. നമുക്ക് ശരിക്കും 54 minutes ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ അല്ലേ മക്കളെ? Yes, sir. Yes, sir. അപ്പൊ നമ്മള് നല്ല വൃത്തിക്ക് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഇത് ഒരു 40 മിനിറ്റ്സിൽ തീർക്കാൻ പറ്റും. 40 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. അത്ര ടൈമിന്റെ ഉള്ളിൽ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, തീർക്കാൻ നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? Yes, sir. Yes, sir. ഇനി നാളത്തെ സെഷനിൽ നമ്മൾ പാർട്ട് ബി ആയിരിക്കും നോക്കണ്ടാവുക. ആൻഡ് ഫൈനൽ സെഷനിൽ നമ്മൾ പാർട്ട് സി നോക്കാം. ഓക്കെ അല്ലേ മക്കളെ?